ഒരുപാട് വികസനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും വിവാദങ്ങളുടെ ഒരു സഹയാത്രികൻ കൂടിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് അതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. അങ്ങനെ KB ഗണേഷ് കുമാറിനോടൊരു ണ്ടോ ഒരു എപ്പോഴും വിവാദങ്ങൾ, ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ എല്ലാം ഏത് സമയത്തും വികസനം പറയുന്നതിനോടൊപ്പം തന്നെ വിവാദം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിനകത്ത് ഈ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നാട്ടിൽ ഈ വിവാദങ്ങളൊന്നും ആൾക്കാർക്ക് അറിയാം. എന്നെ നന്നായിട്ട് അറിയാവുന്ന, ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതുപോലെ എന്നെ അറിയാവുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഈ വിവാദം, പക്ഷേ വിവാദം വെളിയിലാണ്. വിവാദം എന്ന് പറഞ്ഞാൽ എന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സിനിമാ നടനൊക്കെ ആയതുകൊണ്ടായിരിക്കും, ഒരു മാർക്കറ്റുണ്ട്. എന്നെ പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഒരു മാർക്കറ്റുണ്ട്. അത് റേറ്റിംഗ് ആണ്. റേറ്റിംഗ് ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നിലനിൽക്കും. അത് നിൽക്കട്ടെ, അത് നിലനിൽക്കുന്നതാണല്ലോ. നമ്മുടെ നല്ല കാര്യം. ഇദ്ദേഹം ഒരു മഹാനാണെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവില്ല. ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കേൾക്കാനാണ് ആളുകൾ. സ്വയം സ്വല്പം കുഴപ്പക്കാരനാണെന്ന് പറയണം ആളുകൾ. അതോ സമ്മതിക്കുന്നുണ്ടോ? ഞാൻ കുഴപ്പക്കാരനല്ല. ഈ തെരഞ്ഞെടുപ്പിന് പറയുന്ന പല കഥകളും വെറുതെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വലിയ വിവാദം വന്നത്. ഭാര്യ ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചു, മന്ത്രി രാജിവെക്കേണ്ടി വരും മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുമ്പെന്നൊരു പ്രതീതി വന്നു. പക്ഷേ പിന്നീട് അത് കോംപ്രമൈസ് ചെയ്തു. കുടുംബ പ്രശ്നം എന്നിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലും പറഞ്ഞു. പക്ഷേ ആ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ? ഇല്ലില്ല, അതൊക്കെ ഇങ്ങനെ എല്ലാ ഇലക്ഷൻ എടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു സംഭവം വരും. അത് എൻ്റെ ജാതകത്തിലുള്ളതാണ്. പിന്നെ മാത്രമല്ല, എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നവരെയും ഇയാൾ ചില അപഖ്യാതികളൊക്കെ കേട്ട് മരിക്കുള്ളൂ. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല, ഇപ്പോൾ ശീലമായിപ്പോയി. അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. നാട്ടുകാർക്ക് കാര്യത്തിൽ നല്ല വിശ്വാസമാണ്. ഞാൻ അവരോട് ചതി ചെയ്യില്ല, അവരെ ഞാൻ വിൽക്കില്ല എന്നവർക്ക് നന്നായി അറിയാം. ഞാൻ ആദ്യത്തെ ഇലക്ഷൻ വയ്ക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും, അതോടൊപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും എന്ന് പറയാറുണ്ട്. എന്തിനെന്നാൽ എൻ്റെ ഉപജീവന മാർഗത്തിനായി ഞാൻ ജനങ്ങളെ ഒരിക്കലും ചൂഷണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ എപ്പോഴും എൻ്റെ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാനുള്ള ഉപാധി കണ്ടെത്തും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്നെ അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ജനങ്ങളെ ഒരിക്കലും ചതിക്കില്ല, അവരെ വഞ്ചിക്കില്ല എന്നറിയില്ല. ജനാധിപത്യത്തിൽ വേണ്ടത് അതാണ്. അന്ന് നടത്തിയിട്ടുള്ള പ്രതികരണം പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് അപക്വമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് പറഞ്ഞല്ലോ 5000 പ്രണയങ്ങൾ എന്നൊക്കെ പറഞ്ഞു. പ്രണയങ്ങൾ ഉദ്ദേശിച്ച് തെറ്റിദ്ധരിച്ചതാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയുള്ള പ്രണയം മാത്രമല്ല. ലോകത്ത് പക്ഷിയോട് പ്രണയമുണ്ട്, ആനയോട് പ്രണയമുണ്ട്, മൃഗങ്ങളോട് പ്രണയമുണ്ട്, കാറിനോട് പ്രണയമുണ്ട്, പ്രകൃതിയോട് പ്രണയമുണ്ട്. അങ്ങനെ ഒരുപാട് സാധനമാണ്. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനെ ഈ ഒരു കാര്യം കേട്ടാണെങ്കിൽ അതിൻ്റെതായ അർത്ഥത്തിലങ്ങ് എടുക്കാൻ. അന്ന് കുറച്ച് വികാരപരമായിട്ട് പ്രതികരിച്ചു എന്ന് തോന്നിയോ? പിന്നീട് കുറച്ചൊരു വികാരപരമായ പ്രതികരണം. തമാശക്ക് പറഞ്ഞല്ലേ? തമാശയായിരുന്നു. തമാശക്ക് പറഞ്ഞാണ് അത്. തമാശ. അത് ആ വർത്തമാനം മുഴുവൻ കേൾക്കണം. അത് മൊത്തം തമാശയാണ് പറയുന്നത്. തമാശക്ക് പറഞ്ഞതാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണന് 16,008 ഭാര്യയുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 16,008 കല്യാണം കഴിച്ചു എന്നാണ് അർത്ഥം. അല്ല, അത് മഹാഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റ്. ഇതൊരു വലിയ KSRTC ബസ്സാണ്, എളുപ്പമല്ല ഇത് കൊണ്ട് നടക്കാന്ന് പറയുന്നത്. നേരെ കൊണ്ടങ്ങോ പുല്ലൂർ ഭാഗത്തേക്ക് പോകും. തിരിയാൻ പാടായിരുന്നു. അങ്ങോട്ടൊക്കെ പോകാല്ലേ? മന്ത്രിക്ക് ഈ വഴിയൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് മന്ത്രി നയിക്കുന്ന വഴി പോവാം, കുഴപ്പമില്ല. ഈ KSRTC ബസ് കൊണ്ടു നടക്കുന്ന പോലെ തന്നെ ഈ വകുപ്പും അത്ര എളുപ്പമായിരുന്നില്ല കൊണ്ടു നടക്കാൻ, അല്ലേ? ഡോറടയ്ക്കണ്ടേ? ക്യാമറയൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. അവിടെ സേഫായ ഞാൻ നിർത്തി തരാം. കൈമാറ്റും മനു. ബാക്ക് തുറന്നിട്ടില്ല. ഫ്രണ്ട് അടയ്ക്കുന്ന കാര്യം പറയാം. ബാക്ക് ഇപ്പം തുറന്നു. എന്തിനാ? ഇപ്പോൾ നമ്മളൊരു ചെറിയ ജംഗ്ഷനിലെത്തിക്കുകയാണ്. ചെറിയ വഴി, പക്ഷേ
വലിയ വാഹനം. അതായിരുന്നു ഏതാണ്ട് വകുപ്പിന്റെ അവസ്ഥ. അതെ, മന്ത്രി പക്ഷേ വളരെ കോൺഫിഡന്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. വഴി വളരെ ചെറുതാണെങ്കിലും. അതെ, വലിയ പ്രതിസന്ധി കാലത്താണ് ഈ KSRTC ഉൾപ്പെടെ ഗതാഗത വകുപ്പും ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രതിസന്ധി കാലത്ത്. എല്ലാവർക്കും പരാതികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സാധാരണക്കാരനെ ബാധിക്കുന്ന വകുപ്പുകളിൽ ഒന്നാണ് ഗതാഗത വകുപ്പ്. ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്, ആരോഗ്യ വകുപ്പ്. ഈ വകുപ്പുകളൊക്കെ ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലനം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ജനങ്ങളിലേക്ക് ആദ്യം പ്രതിഫലിക്കുന്നത് ഈ വകുപ്പുകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, PWD, ഗതാഗതം. ഈ 4 വകുപ്പുകൾ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വകുപ്പുകളാണ്. അതിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയൊരു സന്തോഷമാണ്. പുതിയ ആശയങ്ങളാണ് അതിനെ കൊണ്ടുവന്നത്. ഞാനിപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. പത്രമാകട്ടെ, ദൃശ്യമാധ്യമമാകട്ടെ, ലേറ്റസ്റ്റ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളാണ്. ടെലിവിഷനാവട്ടെ, പ്രിൻ്റ് മീഡിയ ആവട്ടെ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഏറ്റവും ക്ലാരിറ്റിയുള്ള പ്രിൻറ്റിങ് കൊണ്ടുവരുന്ന മലയാളം പത്രങ്ങളാണ്. അതിനുശേഷം ഈ വെർച്വൽ റിയാലിറ്റി പോലെയുള്ള ചിത്രീകരണങ്ങളെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ വിഷ്വൽ മീഡിയയാണ്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കുറേ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നു. ആ പുതിയ മാറ്റങ്ങളാണ് KSRTC മുന്നോട്ട് നയിച്ചത്. KSRTC നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ, ഓരോ ഡ്രൈവറുടെയും പെർഫോമൻസ് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ജീവനക്കാരുടെ ഒരു സഹകരണം, വളരെ ഗംഭീരമായൊരു സഹകരണമായിരുന്നു. അവർക്കിത് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. അത് ഗവൺമെൻറ്റിൻ്റെയോ നാട്ടുകാരുടെയോ അല്ല, ഞങ്ങളുടേതാണ് എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ. അത് ഈ പറഞ്ഞതുപോലെയാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന പോലെ, അവരെന്നെ വിശ്വസിക്കുന്ന പോലെ KSRTC ജീവനക്കാരെന്നെ 101% വിശ്വസിക്കുകയാണ്. ഒരു സമരം ചെയ്യാതെ, ഒരു ഡിമാൻഡ് ചെയ്തുകൊണ്ടൊരു സമരം ചെയ്യാതെയും ബഹളം വയ്ക്കാതെയും അവർക്ക് കൊടുക്കാവുന്നതെല്ലാം ഞാൻ കൊടുത്തു. ആനുകൂല്യങ്ങൾ കൊടുക്കാവുന്ന, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്നതെല്ലാം കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. ധനകാര്യമന്ത്രിയും അക്കാര്യത്തിൽ വളരെയധികം സഹകരിച്ചു.